ഹായ് ഹലോ അസ്സാം വലൈക്കും നഹലാസിയ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടൊരു ഡിഷായിട്ടാണ് കേട്ടോ. വിരാട് കോഹ്ലിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷായിട്ടുള്ള രാജ്മ ചവലിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇത് കഴിച്ചാൽ വിരാട് കോഹ്ലിക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് മാറും. ഇത് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടോ. ഞാൻ എന്തൊരു റെസിപ്പി പറയാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓവർനൈറ്റായിട്ട് സോക്ക് ചെയ്ത് വെച്ച കിഡ്നി ബീൻസാണ് കേട്ടോ. അത് കിഡ്നി ബീൻസ് അല്ലെങ്കിൽ അമരപ്പയർ അല്ലെങ്കിൽ വൻപയർ അങ്ങനെയൊക്കെ പറയും കേട്ടോ അതിന്. അത് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെക്കുക കേട്ടോ. അതിനുശേഷം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം പട്ട, ഗ്രാമ്പു, ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് കായപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാള ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തതാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളി ഞാൻ അതേപോലെ മിക്സിയിലിട്ട് അടിച്ചതാണ്. അതും കൂടി ഇട്ടെടുത്തിട്ട് അതിൽ പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് സോട്ടായിരുന്ന സമയത്ത് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് രാജ്മ. അതിൻ്റെ വെള്ളമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിരുന്നത് കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് രാജ്മയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതിലിട്ടിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടേത് ഓൾറെഡി ആയിട്ടുണ്ടാകും. അതിനുശേഷം ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ കിഡ്നി ബീൻസിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്തായാലും ഇത് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നഹല.